പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്ത് പോയിരുന്ന സമയത്താണ് AE-LSGD നോട്ടിഫിക്കേഷൻ വരുന്നത്. ബിൽഡിംഗ് മെറ്റീരിയലിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നിഖിൽ സാറിന്റെ ക്ലാസ്സസ് എനിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. എടുത്തു പറയണമെങ്കിൽ ബാസിം മാംസിന്റെ ക്ലാസ്സുകളും ശ്രീവിദ്യ മിസ്സിന്റെ ക്ലാസ്സും FM-ഉം എൻവയറമെന്റിലും ഒക്കെ വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു. ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ബിടെക്കിന് ചേരുമ്പോൾ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് എടുക്കാൻ വൺ ഓഫ് ദ റീസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് സെക്ടറിൽ ജോബ് സിവിലിന് വളരെ കൂടുതലാണ്. ശേഷമാണ് ഗേറ്റ് എക്സാമിന്റെ പ്രിപ്പറേഷൻ കഴിയുകയും ഞാൻ ഏണസ്റ്റ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. ഫസ്റ്റ് ടൈം എഴുതി കഴിഞ്ഞാൽ കിട്ടില്ല. കുറെ PSCകൾ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് ഒരു റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ടോപ്പിൽ വരാൻ പറ്റുള്ളൂ, ജോലി കിട്ടുള്ളൂ എന്നൊക്കെ പലരുടെ ഇടയിൽ തെറ്റിദ്ധാരണകളുണ്ട്. ഷൂട്ട് ഫോർ ദ മൂൺ, ഈവൻ ഇഫ് യു മിസ് ഇറ്റ് യു വിൽ ലാൻഡ് അമംഗ് ദ സ്റ്റാർസ് എന്നാണ് പറയുന്നത്. ഹലോ, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ഏണസ്റ്റ് അക്കാദമിയുടെ അഭിമാന താരം, കേരള PSC LSGD AE ലിസ്റ്റിൽ 3rd റാങ്ക് കിട്ടിയ ആലുവ സ്വദേശി മുഹമ്മദ് സാദിഖാണ്. വെൽക്കം സാദിഖ്. ടെക്നിക്കൽ PSC എക്സാം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സാദിഖിന്റെ സക്സസ് സ്റ്റോറി ഒരു പ്രചോദനമാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ് സാദിഖ്. അപ്പൊ ഇതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആണ് ശരിക്കും, 3rd റാങ്ക് കിട്ടുക എന്നൊക്കെ. അതും നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 2020 പാസ് ഔട്ട് ആവുന്നത്. അപ്പം 2020 പാസ് ഔട്ട് ആയി, 2021 എക്സാം എഴുതി, 2022 ഇപ്പം ജോലിക്ക് പ്രവേശിക്കാൻ പോവുകയാണ് സാദിഖ്. അപ്പം റീസെന്റ് പാസ് ഔട്ട് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് വളരെയധികം ഇൻസ്പിറേഷണൽ ആയ ഒരു സ്റ്റോറിയാണ് സാദിഖിന്റേത്. കാരണം നിങ്ങൾക്കും ഇനി ഒരു കുറഞ്ഞ സമയത്ത് തന്നെ നല്ലൊരു എഫേർട്ട് എഫക്റ്റീവായിട്ട് ഇടുകയാണെങ്കിൽ ഉറപ്പായിട്ടും വളരെ പെട്ടെന്ന് തന്നെ ലിസ്റ്റിൽ ഇടം പിടിക്കുക എന്നുള്ളൊരു ഉദാഹരണമാണ് സാദിഖ് ഇവിടെ. അപ്പോൾ ആദ്യം തന്നെ സാദിഖിന്റെ ലക്ഷ്യം കേരള PSC തന്നെ ആയിരുന്നു പാസ് ഔട്ട് ആവുമ്പോൾ തന്നെ? അതെ, ഞാൻ ബിടെക്കിന് ചേരുമ്പോൾ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് എടുക്കാൻ വൺ ഓഫ് ദ റീസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് സെക്ടറിൽ ജോബ് സിവിലിന് വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ബിടെക്കിന് ശേഷം PSC എന്നുള്ള ലക്ഷ്യം തന്നെ ആയിരുന്നു. പക്ഷെ ആ സമയത്ത് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല PSCയുടെ. അപ്പോൾ ആ ടൈമിലാണ് കുറച്ചും കൂടെ കൺസെപ്റ്റ് ക്ലിയർ ആക്കാനും കുറച്ചും കൂടെ ഹൈ ലെവലിൽ നമുക്ക് പഠിക്കാനും എപ്പോഴും ESC ഗേറ്റ് ലെവൽ പ്രിപ്പറേഷൻ എപ്പോഴും നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെയാണ് ഞാൻ ESC ഗേറ്റ് പ്രിപ്പറേഷൻ ആണ് സെൽഫ് സ്റ്റഡി ആയിട്ട് സ്റ്റാർട്ട് ആക്കി. അപ്പോൾ ആ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്ത് പോയിരുന്ന സമയത്താണ് AE-LSGD നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ AEക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്ന് ഓൾറെഡി മൈൻഡിലുണ്ട്. അപ്പോൾ പക്ഷെ ഈ ഗേറ്റ് പ്രിപ്പറേഷനുള്ള ടൈം നമുക്ക് കിട്ടില്ലല്ലോ. സമയത്തിന്റെ ഫെബ്രുവരിയിലാണ് ഡേറ്റ്. അപ്പോൾ വളരെ റീസെന്റ് ആയി പോകുന്നത്. അപ്പോൾ ഗേറ്റ് എക്സാം കഴിഞ്ഞിട്ട് പ്രിപ്പയർ ചെയ്യാന്നുള്ള രീതിയിൽ ഇരുന്നു. അപ്പൊ അതിനുശേഷമാണ് ഗേറ്റ് എക്സാമിന്റെ പ്രിപ്പറേഷൻ കഴിയുകയും ഞാൻ ഏണസ്റ്റ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. അപ്പൊ ശരിക്കും പറഞ്ഞാല് സെൽഫ് സ്റ്റഡി ആയിരുന്നു പറഞ്ഞില്ലേ? ഗേറ്റ് ESCയും സെൽഫ് സ്റ്റഡി ആയിരുന്നു. അപ്പം എന്തുകൊണ്ടാണ് കേരള PSC എന്ന് വന്നപ്പോ ഒരു കോച്ചിങ് വേണം എന്ന് തോന്നാൻ കാര്യം? കാരണം കേരള PSCയും ഗേറ്റ് എക്സാമുമായിട്ട് സിലബസിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോ ബിൽഡിംഗ് മെറ്റീരിയൽസും എസ്റ്റിമേഷനും പോലത്തുള്ള സബ്ജക്റ്റുകൾ ഗേറ്റിന് നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ അതിന് അത്യാവശ്യം വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അറിയില്ല, പെട്ടെന്ന് ചിലപ്പോ PSC എക്സാം കയറി വന്നു കഴിഞ്ഞാൽ എനിക്ക് അതിനുള്ള പ്രിപ്പറേഷൻ ടൈം കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ സബ്ജക്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏണസ്റ്റ് അക്കാഡമിയിൽ ഈ കോച്ചിങ്ങിന് വേണ്ടി ചേരുന്നത്. അപ്പൊ ശരിക്കും ഒരു ഗൈഡൻസ് ആയിരുന്നു. തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ ഒരു ഗൈഡൻസ് നമ്മുടെ അക്കാദമിയിൽ നിന്ന് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്തായിരുന്നു? തീർച്ചയായിട്ടും. ഇപ്പൊ ബിൽഡിംഗ് മെറ്റീരിയലിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നിഖിൽ സാറിന്റെ ക്ലാസ്സസ് എനിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. കാരണം സാറിന് നല്ല രീതിയിലുള്ള നമുക്ക് കൺസെപ്റ്റ് നല്ല രീതിയിൽ ക്ലിയർ ആവുമായിരുന്നു സാറിന്റെ ക്ലാസ്സുകളിൽ നിന്ന്. അതുപോലെ തന്നെ എടുത്തു പറയണമെങ്കിൽ ബാസിം മാംസിന്റെ ക്ലാസ്സുകളും ശ്രീവിദ്യ മിസ്സിന്റെ ക്ലാസ്സും FM-ഉം എൻവയറമെന്റിലും ഒക്കെ വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു ഈ പ്രിപ്പറേഷൻ ഇതിൽ. അവരുടെ നോട്ട്സ് ആണെങ്കിലും എനിക്ക് പിന്നീട് ഇപ്പൊ ഞാൻ സെൽഫ് സ്റ്റഡി ആയിരുന്നെങ്കിലും തന്നെ എൻവയറമെന്റിലും FM-ഉം ഞാൻ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരുടെ നോട്ടുകൾ ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ പഠിക്കാത്ത എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ടെങ്കിൽ അതും കൂടെ അവരുടെ നോട്ടിൽ നിന്ന് ആഡ് ചെയ്ത് ഞാൻ നോട്ട് ചെയ്ത് വെക്കുമായിരുന്നു. അപ്പൊ അത് എനിക്ക് ഈ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ സാദിഖ് ഗേറ്റിന്റെ എക്സാം കഴിഞ്ഞിട്ടാണല്ലേ LSGD AEയുടെ എക്സാം? ഓക്കെ, അങ്ങനെ പ്രിപ്പറേഷൻ അപ്പം ഓൾറെഡി കൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ആണ്? അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്ലിയർ ആയിരുന്നു ഈ ഗേറ്റിന് വേണ്ടുന്ന സബ്ജക്ട്. ഓക്കെ. അപ്പൊ പിന്നെ അവിടുന്ന് LSGD AEയുടെ എക്സാമിലേക്ക് ഉള്ള ഒരു പ്രിപ്പറേഷൻ ജേർണി എങ്ങനെയായിരുന്നു? പ്രിപ്പറേഷൻ ജേർണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗേറ്റിന് ശേഷം ഞാൻ ആദ്യം ഫോക്കസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതുപോലുള്ള സബ്ജക്റ്റുകൾ ആദ്യം പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. PSC ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സർവേ കുറച്ചും കൂടെ
പഠിക്കുക ബിൽഡിംഗ് മെറ്റീരിയൽ, പിന്നെ എസ്റ്റിമേഷൻ, അതുപോലത്തെ സബ്ജക്റ്റുകൾ ഉണ്ടല്ലോ. അപ്പൊ അത് ആദ്യം പഠിച്ചെടുക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ പോയത്. അപ്പൊ അത് ആദ്യം പഠിച്ചത് കാരണം ബാക്കിയുള്ളത് ഒരു ഓൾമോസ്റ്റ് ഒരു കൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആണ്. അപ്പൊ ഞാൻ ആ ഒരു രീതിയിലേക്കാണ് പോയത്. അപ്പൊ അത് പഠിച്ചതിന് ശേഷം ഞാൻ PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്തു. അത് അത്യാവശ്യം നമുക്ക് ഓരോ കിട്ടൂല. അപ്പൊ ഞാൻ അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്തു. പക്ഷെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലേക്ക് വന്നപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 2 വർഷത്തെ PWD ഇറിഗേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അതിന് മുന്നേ PSC എക്ക് ചോദിച്ച രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അല്ല ചോദിച്ചത്. കുറച്ചും കൂടെ ലെവല് കൂടിയതായിട്ട് അറിഞ്ഞു, പാറ്റേൺ ചേഞ്ച് വരുന്നതായിട്ട് കണ്ടു. അപ്പൊ ഞാൻ ESC മുന്നേ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് കാരണം എനിക്ക് ഏകദേശം ESC ലെവലിലുള്ള ക്വസ്റ്റ്യൻസിലേക്ക് അവർ കൂടുതലായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ ESCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ കൂടുതലായിട്ട് ചെയ്യാൻ തോന്നി. അതുപോലെ തന്നെ ഇവിടുത്തെ ടെസ്റ്റ് സീരീസുകളും മോക്ക് ടെസ്റ്റുകളും ഞാൻ റെഗുലർ ഡെയിലി ബേസിസിൽ ചെയ്തു പോകുന്നുണ്ടായിരുന്നു. അത് നല്ല എനിക്ക് സ്പീഡും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. ശരിക്കും LSTD എക്സാം പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് കൂടുതൽ വന്ന ഒരു എക്സാം ആയിരുന്നു അല്ലേ? അപ്പം ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് കാരണം ടൈമിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ശരിക്കും ഇങ്ങനെയുള്ള ഒരു പ്രിപ്പറേഷൻ കാരണം എനിക്ക് ഒരു പരിധി വരെ ടൈം മാനേജ്മെന്റ് അവിടെ പോസിബിൾ ആയിരുന്നു. അത്യാവശ്യം കൃത്യം ടൈമിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു ഈ LSTD എക്സാം വന്നപ്പോഴത്തേക്ക്. ശരി. അപ്പൊ സാദിഖ്, നമ്മുടെ കോച്ചിങ്ങിന്റെ എന്ന് പറയുമ്പോൾ ശരിക്കും കുറെ ടൈപ്പ് ഓഫ് ടെസ്റ്റുകൾ വരുന്നുണ്ടല്ലോ. ലെക്ചർ ടെസ്റ്റ് ഉണ്ട്, ടോപ്പിക് ടെസ്റ്റ് ഉണ്ട്, മന്ത്ലി വീക്ക്ലി അങ്ങനെയൊക്കെ ടെസ്റ്റുകൾ വരുന്നില്ലേ? അപ്പൊ സാദിഖ് എങ്ങനെയായിരുന്നു ഈ ടെസ്റ്റുകളൊക്കെ അപ്രോച്ച് ചെയ്തിരുന്നത്? അതായത് ഒരു സബ്ജക്ട് കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ടെസ്റ്റുകളാണോ അതോ ചാപ്റ്റർ വൈസ് ടെസ്റ്റുകൾ ചെയ്തായിരുന്നോ പോയിക്കൊണ്ടിരുന്നത്? ചാപ്റ്റർ വൈസ് ടെസ്റ്റുകൾ ചെയ്യുന്നതായിരിക്കും നമുക്ക് എപ്പോഴും യൂസ്ഫുൾ. കാരണം നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ പോകും. നമ്മള് ടോപ്പിക്കിൽ ലാഗ് ആവുക എന്നുള്ള ചാൻസുകളൊക്കെ കുറവാണ്. ഇപ്പൊ ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോഴും തന്നെ നമ്മള് തെറ്റുകൾ വരുത്തും, സ്വാഭാവികമാണ്, നമ്മൾ തെറ്റുകൾ വരുത്തും. പക്ഷെ നമ്മൾ ആ തെറ്റുകൾ വരുത്തിയതിനു ശേഷം നമ്മുടെ ആൻസർ ഷീറ്റ് ഇല്ലേ, നമ്മൾ അതൊന്നും എടുത്ത് നോക്കണം. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ എവിടെയൊക്കെയാ തെറ്റുകൾ വരുത്തിയത്. അപ്പൊ ആ തെറ്റുകൾ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് അപ്പൊ അത് പ്രോബ്ലം ആണെങ്കിൽ അത് എവിടെയാണ്, ആ ഫോർമുലയിൽ വന്ന മിസ്റ്റേക്ക് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റെപ്പിൽ വന്ന മിസ്റ്റേക്ക് ആണോ നമ്മൾ നോക്കണം. എന്നിട്ട് നമ്മൾ അത് നോട്ട് ചെയ്ത് വെക്കണം. അടുത്ത തവണ നമ്മൾ ഇത് ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല. കാരണം PSC എന്ന് പറഞ്ഞാൽ അത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാം, ഓരോ മാർക്കും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ആ ഓരോ മാർക്കും കളയാതെ നമ്മൾ നോക്കണം. അപ്പൊ മാക്സിമം തെറ്റുകൾ വരുത്താതെ നോക്കുക. വരുത്താണെങ്കിലും തന്നെ നമ്മൾ തിരുത്തി അടുത്ത തവണ ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ, ആ ഒരു ടൈപ്പ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കണം. പിന്നെ നമ്മൾ ഏത് ടെസ്റ്റ് ഇട്ട് കഴിഞ്ഞാലും അതിൽ ആദ്യത്തെ പൊസിഷനിൽ വരാൻ തന്നെ നോക്കണം. കാരണം ആദ്യത്തെ പൊസിഷനിൽ വരുമ്പോൾ നമുക്ക് അത്രയും കോൺഫിഡൻസ് ആണ്, നമുക്ക് അത്രയും ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് നമ്മൾ അത്രയും മുന്നിലാണെന്നുള്ള ഒരു ഫീല് നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് എക്സാം കുറച്ചും കൂടെ ഒരു നല്ല രീതിയിൽ പോയി അറ്റംപ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ശരി, കുറച്ചുകൂടി കോൺഫിഡൻസ്. പിന്നെ നമ്മൾ LSTD എയിലോട്ട് വന്നപ്പം ഏതെങ്കിലും അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ഏതെങ്കിലും സബ്ജക്റ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അങ്ങനെ കാണുമായിരുന്നോ പ്രിപ്പയർ ചെയ്തത്? അതെ, തീർച്ചയായിട്ടും. കാരണം PSC എക്സാമിന് ഇപ്പൊ ഈ കഴിഞ്ഞ LSTDയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ, ഞാൻ സ്പെഷ്യലൈസ് ചെയ്ത് ജിയോ ടെക്നിക്കലാണ്. അപ്പൊ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിന് തന്നെ കുറെ അധികം പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അത്ര നമുക്ക് ചെയ്യാൻ പറ്റാത്ത ആ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് അല്ല, അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതും വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. പിന്നെ എൻവയറമെന്റലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്ട്, അത്യാവശ്യം വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റുമാണ് എൻവയറമെന്റൽ. താരതമ്യേന പഠിക്കാനും എളുപ്പമുള്ള ഒരു സബ്ജക്റ്റ് ആണ് എൻവയറമെന്റൽ. പിന്നെ വരുമ്പോ MOSും സ്ട്രക്ചറിലും ഒക്കെ ഇപ്പൊ കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സബ്ജക്റ്റുകളും നമ്മൾ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ അതുപോലെ ബിൽഡിംഗ് മെറ്റീരിയൽ ആണെങ്കിലും കഴിഞ്ഞ എക്സാമിന് എക്സാമിന് പതിവിൽ നിന്നും കൂടുതൽ കുറച്ചും കൂടെ ഉള്ളിന്ന് നമ്മൾ ഈ ഡെപ്തില് BMC ചോദിച്ചതായിട്ട് കണ്ടു. അപ്പൊ അതും പിന്നെ ഇനിയുള്ള ടൈമിൽ വരുമ്പോന്ന് വെച്ചാൽ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് പ്രോജക്ട് ആ ഒരു ടോപ്പിക്കിൽ നിന്നും ചോദിക്കാനുള്ള ചാൻസുകൾ കൂടുതലായിട്ട് ട്രെൻഡ് അങ്ങനെയാണ് ഇപ്പൊ അങ്ങോട്ടേക്കാണ്. പിന്നെ RCC വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്ന സമയത്താണെങ്കിലും RCCക്ക് നമ്മൾ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ RCCക്ക് വേണ്ടി കുറച്ചും കൂടെ കോഡ് കുറച്ചും കൂടെ ഡീപ്പായിട്ട് പഠിക്കും. ഇപ്പൊ വാട്ടർ ടാങ്ക്, പിന്നെ പ്രീസ്ട്രെസ്, പിന്നെ IS 456 ഈ കോഡുകൾ നമ്മൾ കുറച്ചും കൂടെ ഡീപ്പായിട്ട് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോച്ചിങ് മാത്രം എന്ന് പറഞ്ഞ് ഒരിക്കലും ഇരിക്കരുത്. കോച്ചിങ് നമുക്ക് ഇവിടെ നല്ലൊരു ബേസ് തരുന്നത്, നമുക്ക് ടെസ്റ്റ് സീരീസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ നമ്മളെ സ്വന്തമായിട്ടുള്ള രീതിയിൽ കുറച്ചും കൂടെ ഇൻപുട്ട് എടുക്കും. അതായത് ഇപ്പോ SSC JEE എക്സാംസ്, RRB,
പിന്നെ അതുപോലെ ESCയുടെ ഞാൻ പറഞ്ഞല്ലോ, ESCയുടെ പിന്നെ ഗേറ്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ചും കൂടെ നമ്മൾ എഫേർട്ട് എടുത്ത് പ്രോബ്ലം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യണം, ക്വസ്റ്റ്യൻസ് കാണാൻ ശ്രമിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു എക്സാം സെന്ററിൽ എത്തുമ്പോ നമുക്ക് ഇത് അറിയാം എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് അറിയാം എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവും. അപ്പൊ അത് എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അപ്പൊ ഇപ്പൊ തന്നെ അറിയില്ല IS കോഡിന്റെ കാര്യമൊക്കെ പറയാം. അപ്പൊ അങ്ങനെ കുറെ അധികം ന്യൂമറിക്കൽ വാല്യൂസ് വരുന്നുണ്ടല്ലോ PSC എക്സാംസിൽ. അപ്പൊ അതൊക്കെ ഒത്തിരി ഇല്ലേ ശരിക്കും? അത് കുറെ അധികം പഠിക്കാനുണ്ട്. അപ്പൊ അതെങ്ങനായിരുന്നു അത്? പക്ഷെ അപ്പൊ നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് എഴുതി വെക്കണം. RCCയുടെ കോഡൽ പ്രൊവിഷൻസ് ഒക്കെ കൂടുതൽ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. കാരണം അതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു തവണ വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഓർമ്മ നിൽക്കില്ല. നമ്മള് ഇടയ്ക്കിടയ്ക്ക് ടൈമൊക്കെ കിട്ടുമ്പോ ഇടയ്ക്കിടയ്ക്ക് കോഡ് പ്രൊവിഷൻസും അതുപോലെ വാല്യൂസ് ഇതുപോലത്തെ വാല്യൂസ് ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും, എപ്പോഴും ബ്രഷപ്പ് ചെയ്തിരിക്കണം. നമ്മൾ ഇപ്പൊ ഞാൻ എക്സാമിന്റെ തലേന്ന് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം മുന്നേ വരെ ഞാൻ RCC കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് അതിന്റെ കോഡിലെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് നോക്കിയത്. അതെനിക്ക് എക്സാമിന് വന്നപ്പോൾ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ട്. കാരണം നമ്മൾ ഏറ്റവും റീസെന്റ് ആയിട്ട് ഓർത്തിരിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് എക്സാമിന് എഴുതാൻ പറ്റുക. അപ്പൊ അങ്ങനെ എനിക്ക് ആ ഒരു കാര്യങ്ങൾ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ സാധിക്കുന്ന അറിയാലോ, റീസെന്റ് ആയിട്ട് ഇപ്പൊ നമുക്ക് വന്നേക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് KWAE. അപ്പം ശരിക്കും 3 ബ്രാഞ്ചുകാർക്ക് പറ്റും. അപ്പം ഏതൊരു ബ്രാഞ്ചുകാരിലെ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചും അഡീഷണൽ ആയിട്ട് 2 സബ്ജക്റ്റുകൾ അല്ല 2 ബ്രാഞ്ചുകൾ തന്നെ കൂടുതലായിട്ട് പഠിക്കേണ്ട ഒരു അവസ്ഥയാണ് അല്ലേ? അപ്പം ഈ KWAE എക്സ്പീരിയൻസിനായിട്ട് സാധിക്കുന്ന കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്തായിരിക്കും? എന്റെ അഡ്വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ സിവിൽ എഞ്ചിനീയറിംഗിനെ കുറിച്ച് എനിക്ക് അത്യാവശ്യം ഒരു ധാരണ ഉണ്ടാവുമല്ലോ, അറ്റ്ലീസ്റ്റ് ഏതൊക്കെ ഏരിയാസ് നാം ചോദിക്കുക എന്നുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവും. പക്ഷെ കെമിക്കൽ മെക്കാനിക്കലിലേക്ക് വരുമ്പോൾ എനിക്കത് ടോട്ടലി ഒരു പുതിയൊരു കൺസെപ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ മാക്സിമം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈവ് സെഷൻസ്, ഇപ്പൊ ഇവിടെ ലൈവ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ലൈവ് സെഷൻസ് നമ്മൾ മാക്സിമം അറ്റൻഡ് ചെയ്യുക. അപ്പൊ അതിനോടൊപ്പം തന്നെ അപ് ടു ഡേറ്റ് ആയിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് പോവുക. അതിനുശേഷം ടെസ്റ്റുകൾ ചെയ്യുക. ടെസ്റ്റുകൾ ചെയ്തതിനു ശേഷം അതിൽ മാത്രം നമ്മൾ നിൽക്കരുത്. നമ്മുടെ ഈ ബാച്ചിൽ തന്നെ കെമിക്കലും മെക്കാനിക്കലിലും ഉള്ളവരും ഉണ്ടാവുമല്ലോ, സിവിൽ അറിയാത്തവർ. അപ്പൊ അവരുടെ അടുത്ത് ചോദിച്ച് അവരുടെ ഏരിയാസിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് കുറച്ചും കൂടെ വെയിറ്റേജ് വരിക, ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്ന് അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പൊ എന്നിട്ട് അവരുടെ അടുത്ത് കുറച്ചും കൂടെ നമുക്ക് എവിടെന്നെങ്കിലും കൺസെപ്റ്റ്സ് കിട്ടാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ എവിടെ റെഫർ ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക. ആ റെഫർ ചെയ്തിട്ട് അവരുടെ തന്നെ വേറെ ഈ ഗേറ്റ് പോലുള്ള ക്വസ്റ്റ്യൻസ് അവർക്കും എക്സാംസ് അവർക്കും ഉണ്ടല്ലോ. അപ്പൊ അവരുടെ അങ്ങനത്തെ പ്രീവിയസ് ഇയർ ഉണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കാൻ നമ്മൾ ശ്രമിക്കുക. നമുക്ക് കിട്ടിയില്ലെങ്കിൽ അവരുടെ അടുത്ത് തന്നെ ഡൗട്ട് ചോദിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ തന്നെയുള്ള കെമിക്കലും മെക്കാനിക്കലും പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസ് ആയിട്ട് കുറച്ചും കൂടെ ഇന്ററാക്ട് ചെയ്ത് നമ്മൾ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആവാൻ വേണ്ടി നോക്കുക. അങ്ങനെ അതാണ് എനിക്ക് പറയാനുള്ളത്. LSTDAE 3rd റാങ്ക് കിട്ടിയ ആളാണല്ലോ സാധിക്കുക. അപ്പൊ എന്തെങ്കിലും ഒരു ഗോൾ ഓറിയന്റഡ് ആയിട്ടായിരുന്നോ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്തത്? അതെ, തീർച്ചയായിട്ടും നമുക്കൊരു എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു ഗോള് വേണമല്ലോ. ഇപ്പൊ എന്റെ ഒരു എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ആദ്യത്തെ ഒരു ടോപ്പ് റാങ്കിൽ തന്നെ എത്തണം എന്നുള്ള രീതിയിൽ പഠിച്ചാലാണ് നമുക്ക് നല്ലൊരു ഡിപ്പാർട്ട്മെന്റിൽ തന്നെ നല്ല ഫസ്റ്റ് തന്നെ അപ്പോയിന്റ്മെന്റ് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പൊ നമ്മളിങ്ങനെയല്ലേ പറയാറ്, നമ്മൾ ഷൂട്ട് ഫോർ ദ മൂൺ, ഈവൻ ഇഫ് യു മിസ് ഇറ്റ് യു വിൽ ലാൻഡ് അമംഗ് ദ സ്റ്റാർസ് എന്നാ പറയാ. അപ്പൊ നമ്മൾ ഏറ്റവും ടോപ്പിന് വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ അതിന്റെ അടുത്തുള്ള എവിടെയെങ്കിലും നമ്മൾ എത്തും. ആ ഒരു രീതിയിൽ നമ്മൾ പഠിച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ നല്ലൊരു റാങ്കിൽ നമുക്ക് നല്ലൊരു ജോലി കിട്ടുമെന്ന് ഉറപ്പാണ്. അപ്പം LSTDAE 3rd റാങ്ക് നേടി സ്വന്തം ഡ്രീം അച്ചീവ് ചെയ്ത് സാധിക്കുന്നു നമ്മുടെ വ്യൂവേഴ്സിനോട് എന്താണ് പറയാനുള്ളത്? പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ നമ്മൾ PSCയിലേക്ക് വരുമ്പോൾ പൊതുവെ കേൾക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ടൈം എഴുതി കഴിഞ്ഞാൽ കിട്ടില്ല, കുറെ PSCകൾ ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് ഒരു റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ടോപ്പിൽ വരാൻ പറ്റുള്ളൂ, ജോലി കിട്ടുള്ളൂ എന്നൊക്കെ പലരുടെ ഇടയിൽ തെറ്റിദ്ധാരണകളുണ്ട്. പക്ഷെ അത് ഒന്നും ശരിയല്ല. ഇപ്പൊ എൻ്റെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ പഠിച്ച സമയത്ത് ഈ AE എക്സാം ആണ് എൻ്റെ ലാസ്റ്റ് എക്സാം എന്നുള്ള രീതിയിലാണ് ഞാൻ എഫേർട്ട് ഇട്ടത്. അതായത് നമ്മൾ നമ്മുടെ 100% കൊടുക്കണം. ഇപ്പൊ നമ്മൾ ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യണം, കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും നമ്മുടെ ഫുൾ എഫേർട്ട് അതിലിടണം. നമ്മൾ മാക്സിമം എന്നും നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതായത് ഒരു ദിവസം വിട്ടുകളയരുത്. ഫ്രീ ടൈം കിട്ടുമ്പോൾ അതിന് ഇടയിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും ടൈം കണ്ടെത്തി എന്നും നമ്മൾ മാക്സിമം പഠിക്കാൻ ശ്രമിക്കണം. കാരണം എന്നും പഠിക്കുമ്പോൾ നമുക്കെന്ന് വെച്ചാൽ കുറച്ച് പഠിച്ചാൽ മതിയാവും. അപ്പോൾ കൂടുതലായിട്ട് ഓവർ എഫേർട്ട് ഇടേണ്ട ആവശ്യം വരില്ല. അപ്പൊ എന്നും പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഇത് നിൽക്കുകയും ചെയ്യും. നമ്മൾ അങ്ങനെ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പോകും.
ചിലപ്പോൾ നമുക്കൊരു ബ്രേക്ക് വന്നാൽ ചിലപ്പോൾ നമുക്ക് പിന്നെ അത് സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു ബുദ്ധിമുട്ട് ചില സമയങ്ങളിലൊക്കെ നമുക്ക് തോന്നും. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പോയി കഴിഞ്ഞ് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ എഫേർട്ട് ഇട്ട് പോയി കഴിഞ്ഞ് കോച്ചിങ് സെന്ററുകളെല്ലാം ബേസ് ആയിട്ട് സെറ്റ് ചെയ്ത് അവിടുത്തെ എല്ലാം ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ രീതിയിലും കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതായത് പുറത്തെ സോഴ്സുകൾ കുറെ സോഴ്സ് ഉണ്ട്. ഇപ്പൊ നെറ്റിൽ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് കിട്ടും, വേറെ അതർ സ്റ്റേറ്റ് PSCs എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടാവും. അപ്പൊ അതെല്ലാം നമ്മൾ മേടിച്ച് മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ കൂടുതൽ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ഈ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താ പറയുക ടൈം മാനേജ്മെന്റ് ആണെങ്കിലും കൺസെപ്റ്റ്സ് ആണെങ്കിലും നമുക്ക് ചിലപ്പോൾ പുതിയൊരു വേറൊരു സ്റ്റേറ്റ് PSCയുടെ എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പുതിയൊരു കൺസെപ്റ്റ് നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടുവാണ്. അപ്പൊ നമ്മൾ അത് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മുടെ ഈ സ്റ്റഡിങ് എന്നുള്ള പ്രോസസ്സ് കുറച്ചും കൂടെ വൈഡായിട്ടുള്ള രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് എക്സാം വരുമ്പോൾ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ നമ്മുടെ ലാസ്റ്റ് എക്സാം ആണെന്നുള്ള രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടും. കാരണം നമ്മൾ അത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും അത് കിട്ടും. അങ്ങനെ നമ്മൾ വിശ്വസിക്കുക. അല്ലാതെ നമ്മൾ ഒരിക്കലും ഡീമോട്ടിവേറ്റഡ് ആയിട്ട് പോകരുത്. പിന്നെ നമുക്ക് ചുറ്റും നെഗറ്റീവ് അടിക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ നമ്മുടെ ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോവുക. അറ്റ് ദ എൻഡ് നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും. എനിക്ക് എല്ലാവരോടും ഇത് തന്നെയാണ് പറയാനുള്ളത്. അപ്പം ശരിക്കും സാധിക്കും പറയുന്നത് പ്രിപ്പയർ ഫോർ ദ വേഴ്സ്റ്റ് എക്സ്പെക്ട് ദ ബെസ്റ്റ് അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ കൂടെ ഇത്രയും നേരം സ്പെൻഡ് ചെയ്തതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. നമ്മുടെ ആദ്യം തൊട്ട് നെയ്യുടെ കോച്ചിങ്ങിന്റെ ഫസ്റ്റ് ടൈം തൊട്ട് ഉണ്ടായിരുന്ന ഒരാളാണ് സാദിക്ക്. അപ്പൊ സാദിക്കിന് ഇത്രയും വലിയൊരു വിജയം കരസ്ഥമായതിൽ ഞങ്ങൾക്ക് എല്ലാവരും, ഞങ്ങൾ ഏണസ്റ്റ് അക്കാദമിയിലെ എല്ലാ മെമ്പേഴ്സും വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഓൾ ദ ബെസ്റ്റ് എല്ലാ ഭാവിയിലോട്ടുള്ള എല്ലാ കാര്യങ്ങളും. ശരി.